എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ചറയിൽ നിന്നും നമ്മൾ വയനാടുംപാറ എന്ന വഴിക്കായിട്ട് പോകുന്ന വഴിക്ക് ആ വഴിക്ക് പോയിട്ട് നമുക്ക് അടക്കര ചെല്ലാർകോവിലൊക്കെ പോകാൻ പറ്റുമേ. എൻ്റെ പുറകിലായിട്ട് നമുക്ക് ചെറിയ ചെക്ക് ഡാമൊക്കെ കാണാം. അപ്പോൾ ഈ മനോഹരമായ ഗ്രാമക്കാഴ്ചകളാണ് ഇത് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സ്കൂളൊക്കെ കാണാം. ഒരു യു പി സ്കൂളാണ്, AKM UP സ്കൂൾ കൊച്ചറ. ക്രിസ്മസ് അവധി ആയതുകൊണ്ട് സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു കുരിശുപള്ളിയൊക്കെ കാണാം. നമ്മൾ കൊച്ചറയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡാണ് കേട്ടോ. സ്കൂളിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറഞ്ഞ പോലെ ഈ സൈഡിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ വയലിലാണ് സ്കൂൾ ഇരിക്കുന്നത്. നമ്മൾ വയനാട്ടിലൊക്കെ ചെന്നാൽ ഇങ്ങനെയാണ്, വയലിലായിരിക്കും കൂടുതലും ഓരോ വീടുകളും സ്കൂളുകളും പ്രസ്ഥാനങ്ങളൊക്കെ. വയനാട് മൊത്തത്തിൽ വയലാണല്ലോ, അതാണല്ലോ വയൽനാട്, വയനാട് എന്നൊക്കെ പറയുന്നത്. ഇതിന് നമ്മൾ ചെല്ലാർകോവിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട സ്കൂളിൻ്റെ സ്റ്റേഡിയമാണ് ഇത് കേട്ടോ. പക്ഷെ എനിക്ക് തെറ്റുപറ്റിയപ്പോൾ ഞാൻ മാറി പറഞ്ഞാണ്. കാപ്പിയോ നെല്ലമൊക്കെ ഉണങ്ങുന്ന സ്ഥലമാണെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചേട്ടനെ വഴിക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് സ്കൂളിൻ്റെ സ്റ്റേഡിയമാണ്. നമുക്ക് ഇടുക്കി ജില്ലയിലെ ഈ വയൽ കണ്ടം ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അണക്കര, കൊച്ചറ, ചേറ്റുകുഴി മേഖലയിലൊക്കെ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ മണലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് ഈ കണ്ടമൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ആ ഭംഗിയുള്ള കാഴ്ചകൾ കുറച്ചുകൂടെയൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കിനി എൻ്റെ പുറകിലേക്ക് കാണുന്ന ഈ റോഡിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണ്. താഴെ കടുക്കാ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാ മുകളിലോട്ട് കിടക്കുന്ന വഴി ചെല്ലാർകോവിലൊക്കെ പോകുന്നതാണ്. ഇവിടെ വളരെ മനോഹരമായൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പരിമല തിരുമേനിയുടെ സുബ്രഹ്മണ്യൻ്റെ ഒക്കെ നാമത്തിലുള്ളൊരു കുരിശുപള്ളിയാണ്. ഇവിടുന്ന് നമുക്ക് താഴോട്ട് കുറേയധികം കാഴ്ചകൾ നേരത്തെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണത്തില്ല കേട്ടോ. താഴെ ഒരു പാറക്കുളമൊക്കെ കാണാം, അതിൽ കുറേ വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നമുക്ക് കൊച്ചറയിലെ പള്ളിയൊക്കെ കാണാവേ. കൊച്ചറ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ഈ പാറക്കുളം ഒരു ഇച്ചിരി വലിയ പാറക്കുളം തന്നെയാണ് കേട്ടോ. കുറേ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിരിക്കുക, എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. മീനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതിലെ താഴേക്കൊരു വഴി പോകുന്നുണ്ട്, ഒരു കോൺക്രീറ്റ് വഴിയാണ്. താഴോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും നല്ല കാറ്റാണ് കേട്ടോ. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പുറകിലായിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കാൽവരി മല എന്ന് പറഞ്ഞിട്ട്. അത് ഇച്ചിരി പുറകോട്ട് പോയാലേ കാണത്തുള്ളൂ. ഇവിടുത്തെ വലത്തോട്ടൊരു വഴിയാണ്, ആ വഴി നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ കുറേ നല്ല കാഴ്ചകളും ഒരു കുരിശും തൊട്ടിയും ഒരു കുരിശുമലയൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ടുവരാം. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കാൽവരി മല, കൈ ചൂണ്ടി ഇങ്ങോട്ട് കേട്ടോ. അതാണ് കാൽവരി മലയ്ക്ക് പോകുന്ന വഴി. നമുക്ക് ഈ വഴി ഒന്ന് പോയിട്ട് വരാം. വണ്ടി വഴിയിലിരിക്കട്ടെ. നമ്മൾ അവിടെ വെച്ചേക്കോളേ. നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് വാഴയും ഏലവും ഒക്കെ കൂടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ ഏലത്തൈകളൊക്കെ ഇപ്രാവശ്യം വെച്ചതാണ്, എല്ലാം വളർന്ന് കയറി വരുന്നു. എനിക്ക് പനി വന്നിട്ട് മാറുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് ഒരു പനി വന്നതാണ്. അതിങ്ങനെ മരുന്ന് കഴിച്ച് കുറച്ച് കുറഞ്ഞു, പിന്നെ അങ്ങ് മാറിയായിരുന്നു. കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ദിവസം ഒരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചു. അത് നമുക്ക് നന്നായിട്ട് ഏറ്റുപോയി കേട്ടോ. അതിനുശേഷം കഫക്കെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഫക്കെട്ട, ഒരു രക്ഷയില്ല. എവിടെ ചെന്നാലും കഫക്കെട്ട. അപ്പം വർത്തമാനം പറയുമ്പോൾ അതിൻ്റേതായ കുറേ വ്യത്യാസങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ ഒരു പാറക്കുളമാണോ കുളമാണോ, ഇതിൽ നിറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇത് കേട്ടോ, ഇത് ഫുള്ള് വെള്ളമാണ്. ഇതിനകത്ത് മീനൊക്കെ കാണുമല്ലേ. ഈ മലയുടെ മണ്ടയിൽ ഈ പാറയിലൊക്കെ ഇങ്ങനെ ഉറവ വെള്ളമൊക്കെ വളരെ സംഭവം തന്നെയാണ്. ഒരു ഓട്ടോയിൽ നിറച്ച് പുല്ലും വെട്ടിക്കൊണ്ട് പോകുന്നതുണ്ടോ. ആ പാറയുടെ മുകളിൽ കൂടെയാണ് ആ ഓട്ടോ പോകുന്നത്. അത് താഴെ ഒരു വീടുണ്ട്, അങ്ങോട്ട് പോയി. ഇതാണ് കാൽവരി മലയിലെ കുരിശ്.
വലിയൊരു പാറയുടെ മുകളിലാണിത്. ഇതിരിക്കുന്ന സ്ഥലം നമ്മുടെ കൊച്ചറക്കടുത്ത്, കൊച്ചറയ്ക്കും മയിലാടുംപാറ എന്നുള്ള സ്ഥലമാണ് ഇത് ശരിക്കും. ഇതിൻ്റെ താഴ്വാരം ചെല്ലാർകോവിലൊക്കെ വരും. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാൽവരി മല, വിശുദ്ധ ഈസിദോർ പള്ളി, നെറ്റിത്തൊഴു, മയിലാടുംപാറ. സ്ഥാപിതം 30/3/1956 ഇവിടെ കുരിശ് സ്ഥാപിച്ചതാണ് കേട്ടോ. പിന്നെയൊക്കെ പുതുക്കി പണിതൊക്കെയാണേ. ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് നോക്കി. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും കേട്ടോ. അണക്കര ഭാഗമൊക്കെയാണ് അങ്ങ് സൈഡിലൊക്കെ ആ ടവറൊക്കെ കാണുന്നത്. പിന്നെ ചെല്ലാർകോവിൽ ആ ഭാഗമൊക്കെ, അത് ഒട്ടകത്തലമേട്ടിലെ ടവർ വരെ കാണാം കേട്ടോ, ആ കാണുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കാഴ്ചകളാണ് ഇനി കൂടുതലും കാണാവുന്നത്. തമിഴ്നാട് മേഘമല ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അവിടെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി തിളങ്ങുന്നുണ്ടോ. കൂട്ടുകാരെ, ഈ കാൽവരി മല നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ട കാഴ്ചകളുണ്ടല്ലോ, അതുപോലുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് വരാൻ, ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ മൂന്നാർ റോഡേ വന്നിട്ട് ഈ അണക്കരയിൽ നിന്ന് ചെല്ലാർകോവിൽ പോകുന്ന വഴിക്ക് ചെല്ലാർകോവിൽ വന്നിട്ട് മയിലാടുംപാറ വരിക. മയിലാടുംപാറ വന്നിട്ട് ഈ കാൽവരി മല ചോദിച്ചാൽ മതി, ഇവിടെ കാണിച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചറ വഴിയും വരാം കേട്ടോ. കട്ടപ്പനയിൽ വരുമ്പോൾ കൊച്ചറ വഴിയും വരാം. നമ്മുടെ പുറ്റടി വന്നിട്ട് പുറ്റടിയിൽ നിന്ന് കൊച്ചറ വന്ന് കൊച്ചറയിൽ നിന്ന് മയിലാടുംപാറയ്ക്ക് വരുന്ന വഴിക്കും കയറി വരുമ്പോൾ വഴിക്ക് നമുക്കിത് കിട്ടുന്നതാണ്. ഞാൻ വന്ന വഴി കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മയിലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി അമ്പലത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടുത്തെ താഴോട്ട് കിടക്കുന്ന വഴിയാണ് ചെല്ലാർകോവിലും അണക്കരയൊക്കെ പോകുന്ന വഴി. ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പെയിൻറ്റിങ് എന്തോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ചെല്ലാർകോവിലിൻ്റെ അടുത്തേക്ക് എത്താറായേ. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന വഴിയാണ്, ആ കാറ് വരുന്ന വഴിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ചെല്ലാർകോവിൽ സിറ്റിയിലേക്ക് ചെല്ലും. ഇത് ചെല്ലാർകോവിൽ ടൗൺ ആണേ. അത് അണക്കരയ്ക്ക് പോകുന്ന വഴി. ഇതിങ്ങനെ മുന്നോട്ട് ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. നമുക്ക് ഈ വഴിക്കൊന്ന് പോവാം. നമ്മൾ ഈ ചെല്ലാർകോവിൽ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെ, ഇത് റിസോർട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ ചെല്ലാർകോവിൽ എത്തി കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയ അമ്പലം. ഇന്ന് അയ്യപ്പൻ വിളക്ക് അതിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലാർകോവിൽ എക്കോ പാർക്കാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഒരു ഗാർഡനുണ്ട്, ഒരു ബട്ടർഫ്ലൈ ഗാർഡനുണ്ട്. അതായത് നല്ല അടിപൊളി വാച്ചിങ് ഗാലറി ഉണ്ട്. തമിഴ്നാട് വ്യൂ ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറുന്ന താഴോട്ട് കാണാം. ഇതുവഴി മുന്നോട്ട് പോയാൽ തമിഴ്നാട് വ്യൂ ഒക്കെ ആ സൈഡിൽ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കുറേ ഇല്ലിക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കയറുന്നത്. ഇല്ലിക്കാട് മാത്രമല്ല, ഇല്ലിക്കാട്ടിൽ കുറേ അന്തവാസികളും ഉണ്ട്, അതിലേക്ക് ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ കണ്ടമാനം വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. അതാണ് കുരങ്ങന്മാർ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. നല്ല തണുപ്പ്, നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ ഇതിനകത്ത്. തമിഴ്നാടിൻ്റെ ഈ ഇല്ലിക്കാട്ടിലേക്ക് കയറിയപ്പം ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. മുന്നോട്ട് പോയാൽ നമുക്ക് അപ്പുറത്തുനിന്ന് തമിഴ്നാട്ടിലെ കുറേ വ്യൂ ഒക്കെ കാണാൻ പറ്റുമേ. അതൊന്ന് കണ്ടുവരാം. ഈ പാറപ്പുറത്ത് നിന്നാൽ എന്ത് കാണാമെന്ന് നോക്കാം. ഇവിടെ വന്നാൽ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ കാണാം കേട്ടോ. അത് കണ്ടോ, തമിഴ്നാട്
ഇതിനകത്തോടെ ഇതിലെല്ലാം വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഫോറസ്റ്റുകാർ കണ്ടാൽ നമ്മളെ ഇവിടുന്ന് ഓടിക്കും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് പോയി നോക്കാം. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. വീണ്ടും ഒരു പാറപ്പുറത്തെത്തി. ഇവിടുന്ന് നമുക്ക് കാണാവുന്ന കാഴ്ച തമിഴ്നാടിൻ്റെ ആ വ്യൂ തന്നെയാണ് കൂടുതലും. കൂടല്ലൂർ കമ്പം. ജനുവരി മാസം ആയപ്പോഴത്തേക്കും മരങ്ങളുടെ ഇലയെല്ലാം കൊഴിഞ്ഞു കിടും. ഈ പാറപ്പുറത്തൂടെയാണ് ഇവിടുത്തെ യാത്ര മുഴുവൻ. ഇവിടെയെല്ലാം തികച്ചും പാറകളെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടിനി അത്ര വിശദമായിട്ടുള്ളൊരു കാഴ്ചകളൊന്നുമില്ല, ഈ കാണുന്ന പോലെയൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരു പാറയുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അവിടെ കയറി നിന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ ഇച്ചിരി കൂടെ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങോട്ടൊന്ന് പോവാം. ഇല്ലിമുള്ള് നിൽക്കുന്നുണ്ടോ? ഇവിടെ ഇല്ലിയെല്ലാം കൂടെ കോർത്ത് കെട്ടി നിൽക്കുകയാണ്. നല്ല മുള്ളാണ് അതിനൊക്കെ. ആ ഇല്ലിയിൽ കുറേ പക്ഷിക്കൂടുകളുണ്ട് കേട്ടോ. നമ്മളവരെ ശല്യം ചെയ്യാൻ പോകണ്ട. ഈ വഴി കാണാൻ വളരെ ഭംഗിയല്ലേ. ആ ചെടികളെല്ലാം കൂടെ കോർത്ത് കെട്ടി ഒരു ഗുഹ പോലെയോ എന്തൊക്കെയോ ഒരു കാഴ്ച. ആ പാറയുടെ അടുത്തോട്ട് പോകുന്നത് ഇതിലെയാന്ന് തോന്നുന്നു. ഇതിലെയാണോ അതോ ഇതിലെയാണോ? ആ വലിയ പാറ എടുത്തോട്ടെ. ആ ഇവിടെ ചിത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടെ വന്ന പാറയുടെ ചുവട്ടിലോ? ആ ഇതാട്ടോ ഒരു പാറ ഈ കാണുന്നത്. ആ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട പാറ ഇതാണ്. ഇതിന് താഴെ ഒരു പാറയും കൂടെ ഉണ്ടേ. ആ അമ്പള എന്നാ കാഴ്ച നോക്കി അങ്ങോട്ട്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആകാശത്തെ മേഘമൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈലല്ലേ. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളും ടൗണും മേഘമലയും എല്ലാം കൂടെ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ മരത്തിൻ്റെ പേരറിയാവോ? ഇതെല്ലാം ഒരുതരം കായ ഉണ്ടാവും കേട്ടോ. ഇവിടെ തമിഴ്നാടിൻ്റെ വനവും അതിന് താഴെ കൃഷിയിടങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഒരു നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് കാറ്റ് ഇങ്ങോട്ടടിക്കുന്നത്. സാധാരണ കേരളത്തിൽ നിന്ന് കാറ്റ് അങ്ങോട്ട് പോയില്ല. ഇതിനിടയ്ക്കൊക്കെ വല്ല മൃഗങ്ങളൊക്കെ കയറിയെന്ന് അറിയത്ത് പോലില്ല കേട്ടോ. വയനാടൊക്കെ കടുവായും സിംഹമൊക്കെ ഭയങ്കര വിഷയമാണ്. വളരെ മനോഹരമല്ലേ ഇവിടെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ. ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ എണ്ണി പറയാൻ പറ്റും കേട്ടോ. ഫോണിൽ അധികം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വില ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. ഒരു ആവറേജ് ക്ലിയർ. എന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടിനും കേരളത്തിൽ നിന്നാണോ കാറ്റടിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണോ കാറ്റടിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. ഈ ചൂടാണെങ്കിലും ആ കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തും കേട്ടോ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.